ആരെയും വിശ്വസിക്കാതിരിക്കുക. കാരണം ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങളെ കിട്ടും, ഇപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങളെ കിട്ടാൻ വലിയ താമസമൊന്നുമില്ല. അതുപോലെ നമ്മളൊരു കാറ് ആക്സിഡന്റ് ആയി അത് നശിച്ചു പോയാൽ നമ്മൾ ഒന്നെങ്കിൽ കാറില്ലാതെ നടക്കും, ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിന് നമുക്ക് സാഹചര്യം വരുമ്പോൾ നമ്മൾ വാങ്ങും. അതുപോലെ അത്രയും സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ആത്മഹത്യയിലേക്കൊന്നും പോകേണ്ട കാര്യം ഇല്ല. ഒരു പെമ്പിള്ളേരെ തമ്പാൻ കൊള്ളൂല, അതാണ് കാര്യം. കൂടെ നിന്നിട്ട് അവസാനം എന്തോ പറഞ്ഞ മൂഞ്ചിച്ചിട്ട് പോണ പരിപാടി നടത്തി ചെയ്യുന്നതാണ് കുഴപ്പം, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും പറയൂല. എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് വന്ന് സക്സസ് ആയിട്ട് അവരെ മുന്നിലൂടെ നടക്കാൻ വേണം ശ്രമിക്കേണ്ടത്. ആരെയും വിശ്വസിക്കാതിരിക്കുക. കാരണം ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അതായത് നമുക്കൊരു മൈൻഡ് സെറ്റാക്കി വെക്കണം. ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ നമ്മളെ വിട്ടു പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ഓൺ ആയിട്ട് പോകാൻ പറ്റും. എല്ലാം അഡിക്റ്റ് ആയിട്ട് ആവാതിരിക്കുക, മാക്സിമം അഡിക്റ്റ് ആവാതിരിക്കുക. എനിക്കും അത് തന്നെ പറയാനുള്ളത്, മാക്സിമം അഡിക്റ്റ് ആവാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങളെ കിട്ടും, ഇപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങളെ കിട്ടാൻ വലിയ താമസമൊന്നുമില്ല. നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത്, നമുക്കൊരു ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ നമ്മളുടെ സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് വരും നമ്മളുടെ ലൈഫിൽ. നമ്മളെ കളയാതെ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം നമ്മൾ വീക്കായി പോകുന്ന സിറ്റുവേഷൻസ് ആണ്, നമ്മുടെ എല്ലാ സിറ്റുവേഷൻസിലും നമ്മളുടെ കൂടെ വേണ്ട ആളാണ് നമ്മുടെ ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ സൂസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് അവർ ഒത്തിരി നമുക്ക് എഡ്യൂക്കേഷൻ, നമ്മളെ ഇത്രയും വളർത്തി നമ്മളെ വലുതാക്കി അവരായിട്ട് കാണുന്ന കുറെ ഡ്രീംസ് കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് കണ്ട ഒരാൾക്ക് വേണ്ടി, നമുക്ക് ഒരു വർഷം അറിയാവുന്ന ഒരാൾക്ക് വേണ്ടിയോ ഒരു 2-3 മാസം അറിയാവുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ സൂസൈഡ് ചെയ്യുന്ന എന്തും മണ്ടത്തരമാണ്. കാരണം നമ്മൾ എന്തോരം വർഷം ജീവിക്കേണ്ടതാണ്. നമ്മളുടെ എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഇന്നൊരാളാവണം. അപ്പൊ ആ ഡ്രീംസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം. ശരിക്കും എനിക്ക് ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് പറയേണ്ടത് ഒരു അഡ്വൈസ് കൊടുക്കാനാണുള്ളത് പിള്ളേർക്ക്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, അതായത് ആൺപിള്ളേര് അല്ല പെൺപിള്ളേർ ആൺപിള്ളേരെ തേക്കുന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ വേറെയും കുറെ കേസുകൾ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട്. ആൺപിള്ളേര് പെൺപിള്ളേരെ തേക്കുന്നുണ്ട്, പെൺപിള്ളേര് ആൺപിള്ളേരെ തേക്കുന്നുണ്ട്. ഇത് ഉടനെ നേരെ പോയിട്ട് ആത്മഹത്യയിലേക്ക് പിള്ളേര് പോകുന്ന ഒരു പ്രവണത. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് ബോൾഡ് ആവണം. ഒരാള് നമ്മുടെ ലൈഫിൽ നിന്ന് പോയാൽ മറ്റൊരു നല്ല ആൾ വരും. എന്റെ അനുഭവത്തിൽ നിന്ന് അതാണ്. ഒരാള് പോയി കഴിഞ്ഞാലും മറ്റൊരു നല്ല ആൾ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നേ പറയുള്ളൂ. സോ അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ആവണം. അല്ലാതെ ഒരു കല്യാണം കഴിക്കുക, പ്രണയത്തിലെത്തുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ലൈഫ് ടൈം ഗോൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആണ്. നമുക്കൊരു കാറുണ്ട്, ഒരു ബൈക്ക് ഉണ്ടെന്ന് പറയും പോലെ നമ്മുടെ ഒരു സ്റ്റാറ്റസ് മാത്രമാണ് പ്രണയം അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളൊരു കാറ് ആക്സിഡന്റ് ആയി അത് നശിച്ചു പോയാൽ നമ്മൾ ഒന്നെങ്കിൽ കാറില്ലാതെ നടക്കും, ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിന് നമുക്ക് സാഹചര്യം വരുമ്പോൾ നമ്മൾ വാങ്ങും. അതുപോലെ അത്രയും സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ആത്മഹത്യയിലേക്കൊന്നും പോകേണ്ട കാര്യം ഇല്ല. എൻ്റെ ഒരു ഒപ്പീനിയനില് ഒരു ലവ് ഫെയിലിയർ വന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഒരിക്കലും ഒരാളിൽ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഒരാളിൽ മാത്രമായിട്ട് നമ്മളെ ഫാമിലി നോക്കണം, ബാക്കി ഫ്രണ്ട്സ്, ബാക്കി ബാക്ക്ഗ്രൗണ്ട്. എക്സാമ്പിളിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്ത് സ്ട്രഗിൾ വന്നാലും നമ്മൾ ചിലപ്പോൾ അവരെ തള്ളി പറയുമായിരിക്കും, പക്ഷെ ലാസ്റ്റ് ടൈമിൽ അവർ മാത്രമേ നമ്മളോട് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു ഇത് പറയുമ്പം നമ്മുടെ കരിയർ നോക്കാം, ഗോൾസ് നോക്കാം. പകരം അവരുടെ മുന്നിൽ ഡൗൺ ആയി അല്ലെങ്കിൽ പിറകിലോട്ട് പോയി ഡൗൺ ആവുന്നേക്കാളും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് വന്ന് സക്സസ് ആയിട്ട് അവരെ മുന്നിലൂടെ നടക്കാൻ വേണം ശ്രമിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെമ്പിള്ളേരെ തമ്പാൻ കൊള്ളൂല, അതാണ് കാര്യം. പിന്നെ ഇങ്ങനെ എന്തു പറയാൻ, ഓരോ പയ്യന്മാരെ ഇങ്ങനെ ഓരോരോ പെമ്പിള്ളേരെ പ്രേമിച്ചിട്ട് വെറുതെ ചെന്ന് അവന്മാരുടെ ലൈഫ് വേസ്റ്റ് ചെയ്യും. അതിനേക്കാളും നമ്മൾ ലൈഫ് നോക്കി നല്ലോണം പോയാൽ നമുക്കൊരു പെണ്ണ് നല്ലതായിട്ട് വരും. അല്ലാതെ ഇപ്പോഴും ഒരു പെണ്ണിനെ നോക്കി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ നല്ലപോലെ നടന്നാൽ നമുക്ക് നല്ലൊരു പെണ്ണെ കിട്ടും. അത് എപ്പോഴായാലും കിട്ടും. അപ്പം ഒരു പെണ്ണിന് വേണ്ടി ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടുകാരെയൊക്കെ നോക്കി അങ്ങനെ നടന്നാൽ മതി. നമ്മൾ സിമ്പിളായിട്ട് നടന്നാൽ മതി, നമുക്ക് കിട്ടോളാം. നമുക്ക് ഇവിടെ തേച്ച് നമ്മൾ കളയണം, വേറെ നോക്കണം, അത്രേ ഉള്ളൂ. പറ്റാത്ത പണിക്ക് പോകരുത്. നമുക്ക് കെട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്നേഹിക്കുക. അല്ലാതെ വെറുതെ ടൈം പാസ് ആയിട്ട് നോക്കിയിട്ട് കുറെ നാൾ കഴിയുമ്പം ബ്രേക്കപ്പ് ആയിട്ട് പോയി അതിന്റെ പേരിൽ കരഞ്ഞ് ബഹളം വെച്ച് സൂയിസൈഡ് ചെയ്ത് വെറുതെ ഉള്ള ജീവിതം കൊണ്ട് കളയാൻ കാട്ടിയല്ല പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ജീവിക്കും. പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇപ്പൊ നമുക്ക് ആര് വേണേ പ്രണയിക്കാം. പക്ഷെ കൂടെ നിന്നിട്ട് അവസാനം എന്തോ പറഞ്ഞ
മൂഞ്ചിച്ചിട്ട് പോണ പരിപാടി നടത്തി ചെയ്യുന്നതാണ് കുഴപ്പം. അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും പറയൂല. ഇപ്പൊ 100-ൽ 90% എടുത്താൽ 10% ആൾക്കാർ കാണും നല്ലതെന്ന് പറയാനായിട്ട്. ഒരു 10% ആൾക്കാരാണ് നല്ലതെന്ന് പറയാനായിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ ആണുങ്ങളായാലും പെണ്ണുങ്ങളും മാത്രം കുറ്റം പറയല്ല, ആണുങ്ങളായിരുന്നാലും ശരി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പാര വെക്കുന്നുണ്ട്. പിന്നെ ആത്മഹത്യ അത് എന്തോ പറഞ്ഞുതരാം, അത് നമ്മുടെ ഭാഗത്തൊരു തെറ്റാണ് ചേട്ടാ. അത് വീട്ടുകാരെ കാര്യം, ആ സമയത്ത് വീട്ടുകാരെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടം, ഇപ്പൊ നമ്മളെ നഷ്ടമാവുന്നത് നമ്മളെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും മാത്രമായിരിക്കും. വേറെ ആർക്കും ഒരു നഷ്ടം കാണത്തില്ല. ഫ്രണ്ട്സിന് പോലും കൂടിപ്പോ ഒരു വർഷത്തിനകത്ത് വെച്ച് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രമുള്ള ദിവസമായി പോകും നമ്മൾ മരിക്കുന്ന ദിവസം. പിന്നെ നഷ്ടം ഫുള്ളും വീട്ടുകാർക്കാണ്. അത് മനസ്സിലാക്കി എല്ലാവരും ചിന്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. പിന്നെ പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പ്രണയിക്കാം. പക്ഷെ അത് ബാക്കിയുള്ളവരെ ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഒരു ഇതാവാതിരുന്ന ഏറ്റവും നല്ലത്. അത്രേ ഉള്ളൂ. കൂടുന്നുണ്ട്. അത് പയ്യന്മാരായാലും പെണ്ണുങ്ങളായാലും ഉണ്ട്. ഗേൾസും ബോയ്സ് രണ്ടുപേരും ഉണ്ട്. ചിലവർ മരിക്കാൻ ശ്രമിക്കും, ചിലവർ ജീവിക്കാൻ ശ്രമിക്കും. അവരടുത്ത് പോയി മരിക്കേണ്ട ആവശ്യമില്ല. പുറം തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്തിന് വെറുതെ ജീവിച്ച് കാണിക്കണം അവരെ മുമ്പിൽ. ഒന്നുമില്ല. എല്ലാ പ്രണയവും ഒരു കണക്കല്ല.